സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം. പരീക്ഷിത്തിന്റെ ലക്ഷണം കുന്തിസ്തുതി. 7-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടത് തന്റെ പുത്രന്മാരെ വധിച്ച അശ്വത്ഥാമാവിനെ ഭഗവാന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് അർജുനൻ വാളൂരിയിട്ട് അശ്വത്ഥാമാവിന്റെ ശിരസിലുണ്ടായിരുന്ന രത്നത്തെ തലമുടിയോടുകൂടി അപഹരിച്ചു. അങ്ങനെ ബാലവധം കൊണ്ട് പ്രഭ നശിച്ചിരിക്കുന്നവനും കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനുമായ അശ്വത്ഥാമാവിനെ കെട്ടഴിച്ചു വിട്ടു. തേജസ്സും ശിരോരത്നം ഒക്കെ ഇല്ലാതെയ അശ്വത്ഥാമാവ് അവിടെ നിന്ന് ഉടനെ പാഞ്ഞുപോയി എന്നാണ് പറഞ്ഞത്. പുത്രശോകത്താൽ പീഡിക്കപ്പെട്ടവരായ പാണ്ഡവരൊക്കെ പാഞ്ചാലിയോട് കൂടിയിട്ട് മരിച്ചുപോയ തങ്ങളുടെ കുട്ടികളുടെ ശവദാഹാദി കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇനി 8-ാമത്തെ അധ്യായത്തില് പരീക്ഷത്തിന്റെ ലക്ഷണം കുന്തിസ്തുതി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് 8-മോധ്യായ. പരീക്ഷത്തിന്റെ ലക്ഷണം കുന്തിസ്തുതി. സൂത ഉവാച അതേ സംപരേതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യായു സ്ത്രീയ. സൂതൻ പറഞ്ഞു, അനന്തരം പാണ്ഡവർ മരിച്ചുപോയ മക്കൾക്ക് ഉദയക്രിയകൾ ചെയ്യാനായി സ്ത്രീകളെ മുമ്പേ നിർത്തിക്കൊണ്ട് ശ്രീകൃഷ്ണനോടൊപ്പം ഗംഗാതീരത്തേക്ക് പോയി. നിനീയോദകം സർവേ വിലപ്യ ജഭൃശംഭുന ആപ്ലുത ഹരിപാദാബ്ജ രജ ഭൂതസരുജ്ജരേ. അവരെല്ലാം ജലോദകം നൽകിയ ശേഷം ഉറക്കെ കരഞ്ഞുകൊണ്ട് ശ്രീഹരിയുടെ പാദപത്മത്തിലെ പൊടികളാൽ പവിത്രമാക്കപ്പെട്ട ഗംഗയിൽ വീണ്ടും സ്നാനം ചെയ്തു. തത്രാസീനം ഗുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്താം പൃഥാം കൃഷ്ണാം ജമാധവ സാന്ത്വയാമാസ മുനിഭിർ ഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. മുനികളോടുകൂടിയ മാധവൻ അവിടെ കൂടിയിരിക്കുന്ന അനുജന്മാരോടുകൂടിയ ധർമ്മപുത്രരെയും ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും പുത്രശോകാർത്ഥരായ കുന്തിയെയും പാഞ്ചാലിയെയും ബന്ധുക്കൾ അരിക്കപ്പെട്ടതിനാൽ ദുഃഖിച്ച് കരയുന്ന എല്ലാവരെയും ജനനം മരണം തുടങ്ങിയ കാലഗതിയെ ആർക്കും തടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. സാധയിത്വാ അജാതശത്രു സ്വരാജ്യം കിതവീഹൃതം കാതയിത്വാ സദോ രാജ്ഞ കജസ്പർശായുഷ. ഭഗവാൻ കൃഷ്ണൻ ചതിയന്മാരായ ദുര്യോധനാദികൾ അപഹരിച്ച അജാതശത്രുവായ ധർമ്മപുത്രരുടെ രാജ്യത്തെ അവർക്ക് തന്നെ സ്വാധീനപ്പെടുത്തി കൊടുക്കുകയും ദ്രൗപദിയുടെ തലമുടി സ്പർശിച്ചതിനാൽ ആയുസ് ക്ഷയിച്ച അസത്തുക്കളായ ദുര്യോധനാദികളെ വധിപ്പിക്കുകയും ചെയ്തു. യാജയിത്വാശമേധൈസ്തം ത്രിഭീരുത്തമകൽപ്പകേ തയ്യശാപാവനം ദിക്ഷു ശതമന്യോരിവാദനോത്. അതിശ്രേഷ്ഠങ്ങളായ 3 അശ്വമേധങ്ങൾ ധർമ്മപുത്രരെ കൊണ്ട് നടത്തിച്ച് 100 അശ്വമേധം നടത്തി ഇന്ദ്രന്റെ കീർത്തി ദിക്കുകളിൽ പരന്നിരിക്കുന്നത് പോലെ ധർമ്മപുത്രരുടെ കീർത്തിയും ദിക്കുകളിൽ പരത്തി. ആമന്ത്ര്യ പാണ്ഡ്യപുത്രാംശ സൈന്യേ യോദ്ധവ സംയുത ദ്വൈപായനാദിവീർ വിപ്രേ പൂജിതേ പ്രതിപൂജിത ഗന്ധും കൃതമതിർ ബ്രഹ്മൻ ദ്വാരകാമൃതമാസ്ഥിത ഉപലേഭേ വിധാവന്തിം ഉത്തരാം ഭയവിഹ്വലാം. കൃഷ്ണൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞിട്ട് സാത്വികി ഉദ്ധവർ എന്നിവരോട് ചേർന്നവനും പൂജിക്കപ്പെട്ടവനും വ്യാസർ മുതലായ ബ്രാഹ്മണരാൽ പ്രതിപൂജിക്കപ്പെട്ടവനുമായിട്ട് ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ച് രഥത്തിൽ കയറി പുറപ്പെടാറായപ്പോൾ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തര ഭയവിഹ്വലയായി തന്റെ നേർക്ക് ഓടി വരുന്നത് കണ്ടു. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗൽപദേ നാന്യം ത്വത് അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഉത്തര പറഞ്ഞു, മഹായോഗിൻ രക്ഷിച്ചാലും ദേവദേവ ജഗൽപദേ രക്ഷിച്ചാലും നിതിരുവടിയല്ലാതെ അഭയസ്ഥാനമായിട്ട് ഞാൻ മറ്റാരെയും കാണുന്നില്ല. കാരണം മറ്റെല്ലാവരും പരസ്പരം മരണഭയമുള്ളവരാണല്ലോ.
അഭിദ്രവതി മാമീശ ശരസ്തപസ്തായസോ വിഭോ കാമം ദഹതുമാനാദ മാമേ ഗർഭോ നിബാധ്യതാം. ഹേ വിഭോ, എന്റെ ഈശ്വര, കത്തിക്കാളുന്ന ഇരുമ്പുമനയോടുകൂടിയ ഒരു ശരം എന്റെ നേർക്ക് പാഞ്ഞു വരുന്നു. അതെന്നെ ഇഷ്ടം പോലെ ദഹിപ്പിച്ചു കൊള്ളട്ടെ. ഹേ രക്ഷിതാവേ, എന്റെ ഗർഭത്തിൽ അത് പതിക്കാതിരിക്കണേ. സൂതവാച ഉപധാര്യവചസ്തസ്യ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവമിതം കർത്തും പ്രവണേരസ്തരബുദ്ധ്യത. സൂതൻ പറഞ്ഞു, ഉത്തരയുടെ വാക്കുകേട്ട് ഭക്തവത്സരനായ ഭഗവാൻ കൃഷ്ണൻ നന്നായി ആലോചിച്ചപ്പോൾ ഇത് അർജുനൻ അപമാനിച്ചതിനാൽ പാണ്ഡവ വംശത്തെ നശിപ്പിക്കാനായി അശ്വത്ഥാമ തുടുത്തുവിട്ട അസ്ത്രമാണ് എന്ന് മനസ്സിലാക്കി. തർഹേവാദമുനിശ്രേഷ്ഠ പാണ്ഡവ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണുപാദതുഹു. ഹേ മുനിശ്രേഷ്ഠ, പാണ്ഡവർ ആ സമയത്ത് അത്യന്ത ജ്വാലയോടെ തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്ന 5 ബാണങ്ങൾ കണ്ടു. അശ്വത്ഥാമ തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം 5ആയി പിരിഞ്ഞ് 5 പേരെയും വധിക്കുന്നതിന് വരികയാണ്. വ്യസനം വീക്ഷിതേഷാം ഹനന്യ വിഷയാത്മനാം സുദർശനേന ശാസ്ത്രേണ സ്വാനാം രക്ഷാം വേദാദ്വിഭുഃ. തന്നോട് അനന്യഭക്തിയുള്ളവരും മറ്റാരെയും രക്ഷകരായിട്ട് വിചാരിക്കാതെയും ഇരിക്കുന്ന പാണ്ഡവരെ രക്ഷിക്കാൻ ഭഗവാൻ സുദർശന ചക്രം പ്രയോഗിച്ച് ബ്രഹ്മാസ്ത്രത്തെ തടുത്തു. ദർശനം വീക്ഷിതേഷാം അനന്യ വിഷയാത്മനാം സുദർശനേന ശാസ്ത്രേണ സ്വനാം രക്ഷാം വേദാദ്വിഭുഃ. അന്തസ്ഥ സർവഭൂതാനാം ആത്മായോഗേശ്വരോ ഹരിഃ സ്വമായയാ ആവൃണോദ്ഗർഭം വൈരാട്യ ഗുരുതന്തവേ. സർവഭൂതങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നവനും യോഗേശ്വരനുമായ ശ്രീഹരി സ്വന്തം ശക്തി കൊണ്ട് കുരുവംശത്തിന്റെ രക്ഷയ്ക്കായി വിരാട രാജപുത്രിയായ ഉത്തരയുടെ ഗർഭത്തെ മറച്ചു. യത്യപ്യസ്ത്രം ബ്രഹ്മശിരസ്തമോഘം ച പ്രതിക്രിയം വൈഷ്ണവം തേജാസാദ്യ സമശാമ്യഭൃഗുദ്വഹ. ഹേ ഭൃഗുശ്രേഷ്ഠനായ ശൗനക, ഒരിക്കലും നിഷ്ഫലമാകാത്തതും അന്യാസ്ത്രങ്ങളാൽ തടുക്കാൻ സാധിക്കാത്തതുമാണ് ബ്രഹ്മാസ്ത്രം. അതിന് പ്രതിക്രിയ ഇല്ലാത്തതാണെങ്കിലും ആ ബ്രഹ്മതേജസ് ശ്രീകൃഷ്ണൻ പ്രയോഗിച്ച സുദർശന ചക്രത്തിന്റെ വൈഷ്ണവ തേജസ്സിൽ ശമിച്ചു. മാം മംസ്തായ ദദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യയിദം മായയാ ദേവ്യ സജത്യപതിഹന്ത്യജഃ. ജന്മമില്ലാത്ത യാതൊരുവൻ മായാദേവിയാൽ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നുവോ ആ കൃഷ്ണൻ ചെയ്തത് സർവാശ്ചര്യകരമായ പ്രവൃത്തിയാണെന്ന് വിചാരിക്കേണ്ട. ജന്മാദികളില്ലാത്തതും മായയെ സ്വാധീനത്തിലാക്കിയിരിക്കുന്നവനുമായ ഭഗവാന് സാധിക്കാത്തത് ഒന്നുമില്ല എന്ന് സാരം. ബ്രഹ്മതേജോ വിനിർമുക്തേരാത്മജീ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഹിതമാഹാപ്രദാസതി. ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് കൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട പാണ്ഡവരോടും പാഞ്ചാലിയോടും കൂടി മടങ്ങിപ്പോകാൻ ഒരുങ്ങിയിരിക്കുന്ന പതിവ്രതയായ കുന്തിദേവി ഇപ്രകാരം സ്തുതിച്ചു. ഇനി കുന്തിദേവിയുടെ സ്തുതിയാണ്. കുന്ത്യോവാച നമസ്യേ പുരുഷം ത്വാം ആദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. കുന്തി പറഞ്ഞു, സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നവനും കാണപ്പെടാൻ കഴിയാത്തവനും പ്രകൃതിയിൽ നിന്ന് അന്യനും പരിപൂർണനും ഈശ്വരനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. മായാജവനികാച്ഛന്നം അജ്ഞാദോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. മായാകുന്ന തിരശീലയാൽ മറയ്ക്കപ്പെട്ടവനും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടാത്തവനും നാശരഹിതനുമായ അങ്ങയുടെ യാഥാർത്ഥ്യം വേഷം കെട്ടിയ നടനെ മൂഢന്മാരുടെ ദൃഷ്ടി കൊണ്ട് തിരിച്ചറിയാത്തതുപോലെ അജ്ഞയായ ഞാനും അറിയുന്നില്ല. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയ. പരമഹംസന്മാർക്കും മുനിമാർക്കും നിർമ്മലമായ ഹൃദയമുള്ളവർക്കും വേണ്ടിയാണ് അങ്ങയുടെ അവതാരം. എന്നാൽ അങ്ങയെ നന്നായി അറിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഭക്തിയോഗത്തെ അനുഷ്ഠിക്കാൻ സ്ത്രീകളായ ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണനും വസുദേവപുത്രനും ദേവകീനന്ദനനും നന്ദകിശോരനും ഗോക്കളെ പാലിക്കുന്നവനുമായ അങ്ങയ്ക്ക് നമസ്കാരം നമസ്കാരം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ
നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. നാഭിയിൽ പങ്കജമുള്ളവന് നമസ്കാരം. താമരപ്പൂ മാലയണിഞ്ഞവന് നമസ്കാരം. താമര ഇതൾ പോലെ കണ്ണുകളുള്ള അങ്ങയ്ക്ക് നമസ്കാരം. താമരപ്പൂ പോലെ കാലടികളുള്ള അങ്ങയ്ക്ക് നമസ്കാരം. യഥാ ഋഷീകേശകലേന ദേവകി കംസേന രുദ്ധാതിചിരം സുജാർപ്പിത വിമോചിതാഹം ജസഹാത്മജ വിഭോ ത്വയൈവ നാദേന മുഹുർവിപദ്ഗണാത്. ഹേ ഋഷികേശ, ദുഷ്ടനായ കംസനാൽ ബന്ധിക്കപ്പെട്ടവളും വളരെ കാലം ദുഃഖാർത്തയുമായിരുന്ന അവിടുത്തെ മാതാവായ ദേവകിയെ അങ്ങ് എപ്രകാരം മോചിപ്പിച്ചുവോ അപ്രകാരം ഹേ വിഭോ പുത്രന്മാരോടുകൂടി അനേകം ആപത്തുകളിൽ നിന്നും അനേകം നാൾ അപ്പോൾ അങ്ങയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. കാരാഗ്രഹത്തിൽ കിടന്ന് വളരെ നാൾ ദേവകി ദുരിതം അനുഭവിച്ചു. കംസനെ കൊന്ന് കൃഷ്ണൻ സ്വമാതാവിനെ രക്ഷിച്ചു. അതിനേക്കാൾ സ്നേഹത്തോടെ വനത്തിലും മറ്റുമായി പുത്രന്മാരോടൊപ്പം ദുരിതം അനുഭവിച്ച കുന്തിദേവിയെ എല്ലാ ആപൽഘട്ടങ്ങളിൽ നിന്നും സ്വമാതാവിനെ പോലെ കരുതി കൃഷ്ണൻ രക്ഷിച്ചു എന്നു സാരം. വിശാൻ മഹാത്മേ പുരുഷാദർശനാത് അസൽസഭായ വനവാസകൃച്ഛത മൃതേ മൃതേനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരിഭിരക്ഷിതാഃ. ഭീമന് ദുര്യോധനൻ വിഷം കൊടുത്തപ്പോഴും അരക്കില്ലത്തിലിട്ട് ചുട്ടപ്പോഴും വനത്തിൽ ഹിഡുംബാദികളായ രാക്ഷസന്മാരിൽ നിന്നും ചൂതുകളി സഭയിൽ അപമാനിക്കപ്പെട്ടപ്പോഴും വനവാസത്തിലെ ദുരിതങ്ങളിൽ നിന്നും യുദ്ധഭൂമിയിൽ മഹാരഥന്മാരുടെ അസ്ത്രങ്ങളിൽ നിന്നും ഇപ്പോൾ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. വിപദസ്സന്തു നഹശത്ര ജഗൽ ഗുരു ഭവതോ ദർശനം യസ്യാത് അപുനർഭവദർശനം. ഹേ ജഗൽ ഗുരു, ആപത്തുകൾ അടിക്കടി ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അപ്പോഴൊക്കെ സംസാരത്തെ നശിപ്പിക്കുന്ന രണ്ടാമതൊരു ജന്മമുണ്ടാകാതെ രക്ഷിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. ജന്മൈശ്വര്യ ശ്രുതശ്രീഭിർ ഹേതമാനമതപ്പുമാൻ നൈവാഹത്യ വിധാതും വൈ ത്വാം അകിഞ്ചനഗോചരം. നല്ല കുലത്തിലെ ജനനം, ഐശ്വര്യം, വേദാന്താദി ശാസ്ത്രജ്ഞാനം, സമ്പൽ സമൃദ്ധി ഇവ കൊണ്ട് വർദ്ധിച്ച അഹങ്കാരത്തോടുകൂടിയ പുരുഷന് സർവവും പരിത്യജിച്ച് ഭഗവാനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർക്ക് മാത്രം കാണാൻ കഴിയുന്ന അങ്ങയുടെ തിരുനാമങ്ങൾ പറയാൻ പോലും കഴിയില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ അഹങ്കാരമുള്ള ഒരുവന് ഭഗവത് സ്മരണം ഉണ്ടാവുകയില്ല. നല്ല കുലത്തിൽ ജനനം, ഐശ്വര്യം, ധാരാളം പഠിത്തം, സമൃദ്ധി, കീർത്തി ഇവയൊക്കെ അഹങ്കാരം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഭഗവാന്റെ നാമം ചൊല്ലാൻ പോലും സാധിക്കുകയില്ല എന്നാണ് പറയണത് കുന്തിദേവി. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് കഴിയുന്നവരിൽ മാത്രമേ ഭഗവാന്റെ തിരുനാമങ്ങൾ കാണാൻ കഴിയൂ. നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യ പദയേ നമ. സർവം വെടിഞ്ഞിരിക്കുന്ന അകിഞ്ചനന്മാരാകുന്ന ധനത്തോടു കൂടിയവനും ഗുണങ്ങളിൽ നിന്ന് നിവൃത്തനും ആത്മാരാമനും രാഗാദി വൃത്തികളില്ലാതെ ശാന്തനും കൈവല്യത്തിന്റെ നാഥനുമായ അങ്ങയ്ക്ക് നമസ്കാരം. മന്യേത്വാം കാലമീശാനം അനാദീനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിതക്കലിഹി. കൃഷ്ണ, അങ്ങ് കാലസ്വരൂപനും സർവനിയന്താവും ആദി അന്തമില്ലാത്തവനും മഹാപ്രഭുവും സർവവ്യാപിയുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവജാലങ്ങൾക്ക് തമ്മിൽ കലഹമുണ്ടാകും, എന്നാൽ അങ്ങേക്ക് ആരോടും കലഹമില്ല. അങ്ങ് സാക്ഷാൽ ഈശ്വരനാണ്. ന വേദ കശ്ചിത് ഭഗവംസി ഗീഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിത് ദൈതോസ്തി കർക്കിചിത് ദേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഹേ ഭഗവൻ, നിന്ദ്രവടി മനുഷ്യനെന്ന് നടിച്ചുകൊണ്ട് ഭൂമിയിൽ വന്നിരിക്കുകയാൽ അങ്ങയുടെ യഥാർത്ഥ ഇഷ്ടം ആർക്കും അറിയുകയില്ല. അങ്ങയ്ക്ക് ആരോടെങ്കിലും വിദ്വേഷമോ പ്രിയമോ ഇല്ല. എന്നാൽ മനുഷ്യർ അങ്ങയിൽ ഭേദഭാവന കാണുന്നു. ചിലരെ ശിക്ഷിക്കുന്നതായും ചിലരെ രക്ഷിക്കുന്നതായും കാണുന്നു. എന്നാൽ അങ്ങയ്ക്ക് ഭേദഭാവനയില്ല. ജന്മകർമ്മജ വിശ്വാത്മൻ അജസ്യ കർത്തുരാത്മന തിര്യ ഋഷീഷു യാദസ്സു തദത്യന്ത വിഡംബനം. ജനനമരണങ്ങളില്ലാത്തവനും അകർത്താവുമായിരിക്കുന്ന ഹേ വിശ്വാത്മൻ, അങ്ങ് തിര്യക്കുകളായ പ്രാണിവർഗത്തിലും മനുഷ്യരിലും ഋഷിമാരിലും ജലജന്തുക്കളിലും സൃഷ്ടിയാദികൾ നടത്തുന്നത് വെറും ലീല മാത്രമായിട്ടാണ്. ഭഗവാന് ജനനമോ മരണമോ ഇല്ല, യാതൊരു കർമ്മവും ചെയ്യുന്നുമില്ല. എന്നാൽ പുഴു മുതൽ ആന വരെയുള്ള പ്രാണിവർഗങ്ങളെയും ചക്രവർത്തി മുതൽ ഭിക്ഷക്കാരൻ വരെയുള്ള മനുഷ്യരെയും കൃമി മുതൽ തിമിംഗലം വരെയുള്ള ജലജന്തുക്കളെയും നാരദൻ തുടങ്ങിയ ഋഷിമാരെയും
വെറും ലീലയായി സൃഷ്ടിക്കുകയും ചെയ്തു. ഇവയോടെല്ലാം ഭഗവാൻ തുല്യവികാരവുമാണ്. ഒന്നിനോടും പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല. എല്ലാം ഭഗവാന്റെ വിനോദം മാത്രം. ഉപ്യാതേത്വയി കൃതാഗസിതാമതാവത് യാതേദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി വീരതി യദ്വിഭേദി. ഏ കൃഷ്ണ, അങ്ങ് പണ്ട് തൈർക്കലമുടച്ച് അപരാധിയായപ്പോൾ അങ്ങയെ കെട്ടിയിടാനായി യശോദ കയറെടുത്തു. ആ സമയത്ത് പരിഭ്രമിക്കുന്നത് പോലെ മഷിയേറ്റിയ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് ഭയം നടിച്ച് മുഖം താഴ്ത്തി അമ്മയെ നോക്കി. അങ്ങയുടെ ആ അവസ്ഥ എന്നെ മോഹിപ്പിക്കുന്നു. സർവരെയും ഭയപ്പെടുത്തുന്ന സംസാര ഭയവും അങ്ങയെ അല്ലേ ഭയപ്പെടുന്നത്? കേചിത് ആഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യഥോ പ്രിയസ്യാന്വവായേ മലയസ്യേവ ചന്ദനം. മലയപർവ്വതത്തിന്റെ കീർത്തിക്കായി ചന്ദനമരം അവിടെ വളരുന്നത് പോലെ പുണ്യശ്ലോകനായ ധർമ്മപുത്രരുടെ കീർത്തിക്ക് വേണ്ടി ജനനമില്ലാത്ത അവിടുന്ന് യദുവംശത്തിൽ ജനിച്ചുവെന്ന് ചിലർ പറയുന്നു. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോഭ്യഗാത് അജസ്ത്വമസ്യ ക്ഷേമായ വദായ ജസുരദ്ദിശാം. മുജ്ജമ്മത്തിൽ സുതപസ് എന്ന വസുദേവനാലും പൃശ്നി എന്ന ദേവകിയാലും പ്രാർത്ഥിക്കപ്പെട്ടതുകൊണ്ടാണ് ജന്മാതിരഹിതനായ അവിടുന്ന് ദേവശത്രുക്കളെ നശിപ്പിക്കുന്നതിനും ലോകക്ഷേമത്തിനുമായിട്ട് ദേവകീ ഗർഭത്തിൽ അവതരിച്ചത് എന്ന് വേറെ ചിലർ പറയുന്നു. ഭാരാവതരണായ അനേഭുവോ നാവൈവോദതോ സീതന്ത്യാഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്തിത. അതിഭാരം കൊണ്ട് സമുദ്രത്തിൽ മുങ്ങിത്താടാൻ പോകുന്ന കപ്പൽ എന്ന പോലെ ദുർജനങ്ങളുടെ അതിഭാരത്താൽ ക്ലേശിക്കുന്ന ഭൂമിയുടെ ഭാരം തീർക്കണം എന്നുള്ള ബ്രഹ്മാവിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് അവതരിച്ചതാണെന്ന് വേറെ ചിലർ പറയുന്നു. ഭവേസ്മിൻ ദുഷ്യമാനാനാം അവിദ്യാകാമകർമ്മഭിഃ ശ്രവണസ്മരണാർത്ഥാണി കരിഷ്യന്നിധികേ ജന. ഈ സംസാരത്തിൽ അജ്ഞാനം കൊണ്ടും കാമം കൊണ്ടും കർമ്മം കൊണ്ടും ക്ലേശിക്കുന്നവർക്ക് ആ സംസാര ക്ലേശം മാറുന്നതിന് അവിടുത്തെ ചരിത്രം കേൾക്കാനും ഓർമ്മിക്കാനും യോഗ്യമായ കർമ്മങ്ങൾ ചെയ്യാനായിട്ടാണ് അങ്ങയുടെ അവതാരമെന്ന് വേറെ ചിലർ പറയുന്നു. ശൃണ്വന്തി ഗായന്തി ഗൃണന്ത്യഭീഷ്ണശ സ്മരന്തി നന്ദന്തി ധവേഹിതം ജനാഃ തയേവ വശ്യന്തജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ഏതൊരു ജനം അങ്ങയുടെ ദിവ്യചരിതം എല്ലായ്പ്പോഴും കേൾക്കുന്നു, ഗാനം ചെയ്യുന്നു, കീർത്തനം ചെയ്യുന്നു, സ്മരിക്കുന്നു, പറയുന്നു, അവർ അജിരേണ സംസാര പരമ്പരകളെ നശിപ്പിക്കുന്ന അങ്ങയുടെ പാദകമലങ്ങളെ കാണുന്നു. ആരാണോ സദാ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവത് മാഹാത്മ്യത്തെക്കുറിച്ച് പാടുകയും സ്മരിക്കുകയും കീർത്തിക്കുകയും അന്യരോട് പറയുകയും ചെയ്യുന്നത് അവരുടെ മനോമാലിന്യം നശിച്ച് ഹൃദയം ഭക്തി കൊണ്ട് പരിശുദ്ധമായി ജനന മരണമാകുന്ന സംസാര ചക്രത്തിൽ നിന്നും വിമുക്തരാകും. അവർക്ക് ഭഗവാന്റെ പാദകമലങ്ങൾ ക്രമേണ ദർശിക്കാൻ സാധിക്കും എന്ന് സാരം. അപദ്യനസ്തും സകൃദേഹിത പ്രഭോ ജിഹാസി സുഹൃദോ ന ജീവിന യേശാം ന ജാന്യദ്ഭവത പദാംബുജാത് പരായണം രാജസുയോജിതാം ഹസാം. സ്വജനങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഹേ പ്രഭോ, അങ്ങയെ ഏറ്റവും സ്നേഹിക്കുന്നവരും ആശ്രയിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെ ഇപ്പോൾ ഉപേക്ഷിച്ചു പോകാൻ ഇച്ഛിക്കുന്നുവോ? യുദ്ധത്തിൽ പങ്കെടുത്ത രാജാക്കന്മാരിൽ ദുഃഖത്തെ ഉണ്ടാക്കിക്കൊടുത്ത ഞങ്ങൾക്ക് അങ്ങയുടെ പാതാരബിന്ദങ്ങളല്ലാതെ അന്യ ശരണമില്ലല്ലോ. ദേവയം നാമരൂപാഭ്യാം ഹിതുഭിസ്സഹ പാണ്ഡവാഃ ഭവതോ അദർശനം യർഹി ഋഷീകാണാം വിവേശിതോ. ഹേ കൃഷ്ണ, ഇന്ദ്രിയങ്ങളുടെ നാഥനായ ജീവൻ ഇല്ലെങ്കിൽ കണ്ണ്, ചെവി തുടങ്ങിയവയുടെ പേരും ആകൃതിയും കൊണ്ട് എന്താണ് ഫലം? അതുപോലെ നീ ഞങ്ങളെ കടാക്ഷിക്കാതിരുന്നാൽ കീർത്തിയും ഐശ്വര്യവും ഉണ്ടായിരുന്നാലും യാദവരെന്നും പാണ്ഡവരെന്നും പറയുന്ന ഞങ്ങൾ ആരാണ്? നീ ഇല്ലെങ്കിൽ ഇതൊക്കെ വെറും നാമരൂപങ്ങൾ മാത്രം എന്ന് സാരം. നേയം ശോഭിഷ്യതേ തത്ര യഥേദാനിം ഗദാധര ത്വൽപദേരംഗിതാബാധി സ്വലക്ഷണ വിലക്ഷിതേ. ഗദാധരനായ ഭഗവാനെ, അസാധാരണങ്ങളായ വജ്രം, അങ്കുശം എന്നീ അടയാളങ്ങളുള്ള നിന്റെ കാലടികൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഈ ഭൂമി ഇപ്പോൾ എങ്ങനെ ശോഭിക്കുന്നുവോ അത് അവിടുത്തെ അസാന്നിധ്യത്തിൽ അങ്ങനെ ശോഭിക്കുകയില്ല. ഇമേ ജനപദ ശ്രദ്ധാസുപക്കൗഷധി വീരുത വനാദിനദ്യുതന്നന്തോ ഏത്യന്തേ തവ വീക്ഷിതേ. ഇമേ ജനപദ
സുവൃദ്ധാസു പക്വൗഷധി വീരുത വനാദ്രി നദ്യൂതന്നന്തോ യദ്യന്തേ തവ വീക്ഷിതേ. മാത്രമല്ല, അങ്ങയുടെ കടാക്ഷത്താൽ പരിഭാഗം വന്ന ഔഷധച്ചെടികളും വൃക്ഷസമുദ്രമായ വനം, ഉന്നതമായ പർവ്വതം, നദികൾ, ജലാശയങ്ങൾ എന്നിവയുള്ള ഈ ദേശം അത്യധികം സമൃദ്ധിയുള്ളതായി തീർന്നിരിക്കുന്നു. അധവിശേഷ വിശ്വാത്മൻ വിശ്വമൂർത്തി സ്വകേഷുമേ സ്നേഹവാസമിമഞ്ചിന്തി ദൃഢം പാണ്ഡുഷു വിഷ്ണിഷു. ഹേ വിശ്വനാഥ, വിശ്വാത്മൻ, വിശ്വമൂർത്തി, എൻ്റെ ബാന്ധവരായ പാണ്ഡവരിലും യാദവരിലും ഉറപ്പോടു കൂടിയിരിക്കുന്ന ഈ സ്നേഹപാശത്തെ അവിടുന്ന് ഖണ്ഡിക്കണമേ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന ബോധം, അങ്ങ് മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന ബോധം ജനിപ്പിക്കണേ എന്ന് സാരം. ഭഗവാൻ മാത്രമേ ആശ്രയുള്ളൂ എന്ന ബോധം ജനിപ്പിക്കണം എന്നാണ് കുന്തിദേവിയുടെ പ്രാർത്ഥന. ത്വയിമേനസ്യ വിഷയ മധുർമധുമതേ അസകൃത് രതിമുദ്ദഹദാദ ഗംഗേയ വൗഹമുദന്വതി. ഹേ മധുപതേ, എൻ്റെ ബുദ്ധി അന്യവിഷയങ്ങളിൽ ഒന്നും പ്രവേശിക്കാതെ ഗംഗാനദി സമുദ്രത്തിലേക്ക് തന്നെ പ്രവഹിക്കുന്നതുപോലെ എല്ലായ്പ്പോഴും നിന്റെ പേരിൽ പരമമായ രതി ഉണ്ടാകട്ടെ. മധു പറയുമ്പോൾ മധുര എന്ന ദേശത്തിന്റെ അധിപനായതുകൊണ്ട് കൃഷ്ണനെ മധുപതി എന്ന് വിളിക്കുന്നു. മധു എന്ന അസുരനെ വധിച്ച് ശത്രുഘ്നൻ സ്ഥാപിച്ച രാജ്യമാണ് മധുര. ഗംഗാനദി എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്ത് സമുദ്രത്തിലേക്ക് തന്നെ പ്രവഹിക്കുന്നു. അതുപോലെ മറ്റൊന്നിലും ചെല്ലാതെ തൻ്റെ മനസ്സ് കൃഷ്ണനിൽ മാത്രം പ്രവഹിക്കണം എന്നാണ് കുന്തി പ്രാർത്ഥിക്കുന്നത്. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വിഷ്ണുഷഭാവനിദൃക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോതിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വിഷ്ണുഷഭാവനിദൃക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോതിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ഹേ ശ്രീകൃഷ്ണ, അർജുനന്റെ പ്രിയമിത്രമായവനെ, വിഷ്ണുകളിൽ ശ്രേഷ്ഠ, ഭൂമിയെ നശിപ്പിക്കുന്ന രാജാക്കന്മാരുടെ വംശത്തെ ദയിപ്പിക്കുന്ന അഗ്നിയായവനെ, അക്ഷയമായ വിദ്യപ്രഭാവമുള്ളവനെ, ഹേ ഗോവിന്ദ, ഗോക്കൾ, ബ്രാഹ്മണർ, ദേവന്മാർ ഇവരുടെ സങ്കടങ്ങൾ നശിപ്പിക്കുന്നതിനു വേണ്ടി അപ്പപ്പോൾ അവതാരമെടുക്കുന്നവനെ, യോഗേശ്വര, അഖിലത്തിനും ഗുരുവായ ഭഗവാനെ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. സൂതൗവാച ഹൃദയേത്തം കളപതേ പയുണോദാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവമായയാ. സൂതൻ പറഞ്ഞു, കുന്തിദേവിയാൽ ഇപ്രകാരം മധുരപദങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെട്ട, അതിൽ പറഞ്ഞ സകല മഹിമകളോടും കൂടിയ വൈകുണ്ഠവാസി മായയാൽ മോഹിപ്പിക്കാനെന്ന പോലെ മെല്ലെ ഒന്ന് മന്ദഹസിച്ചു. താം പാഠമിറ്റുവാ മന്ത്രിയ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രീയശസ്വപുരം യാസ്യൻ പ്രേംണാരാജ്ഞാനിവാരിത. അസ്തിനപുരിയിൽ പ്രവേശിച്ചിട്ട് കുന്തിയുടെ പ്രാർത്ഥന കേട്ട് മന്ദഹസിച്ച ഭഗവാൻ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. കുന്തിയോടും മറ്റു സ്ത്രീകളോടും യാത്ര പറഞ്ഞുകൊണ്ട് സ്വന്തം രാജധാനിയിലേക്ക് പോകാൻ ഒരുങ്ങി. എന്നാൽ യുധിഷ്ഠിര രാജാവ് പ്രേമപൂർവ്വം തടുത്തു. വ്യാസാദേരീശ്വരേ ഹാജ്ഞേ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോപീതിഹാസേർ നാബുദ്ധ്യത ശുചാർപ്പിത. ഈശ്വരാഭിപ്രായം എന്താണെന്നറിയാത്ത വ്യാസാദി മഹർഷിമാരാലും ആശ്ചര്യകർമ്മം ചെയ്യുന്ന ശ്രീകൃഷ്ണനാലും പൂർവ്വകഥകളും ഇതിഹാസങ്ങളും കൊണ്ട് സമാധാനിപ്പിച്ചുവെങ്കിലും ബന്ധുക്കളെയും പുത്രന്മാരുടെയും മരണത്തിന് കാരണക്കാരൻ എന്ന ദുഃഖം കൊണ്ട് യുധിഷ്ഠിരന് സമാധാനിക്കാൻ കഴിഞ്ഞില്ല. ഭഗവാന്റെ ഉള്ളിലിരിപ്പ് എന്തെന്ന് വ്യാസാദി മഹർഷിമാർക്കും അറിയാൻ കഴിയില്ല. സ്വന്തം ജനങ്ങളും മറ്റും നിരവധി പേരും യുദ്ധത്തിൽ വധിക്കപ്പെട്ടതിനുള്ള ദുഃഖം താങ്ങാൻ കഴിയാതിരുന്ന യുധിഷ്ഠിരനെ അവർ പഴങ്കഥകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൃഷ്ണനും ആവുന്നത്ര പറഞ്ഞു. എന്നാൽ യുധിഷ്ഠിരന് ശാന്തി ഉണ്ടായില്ല. അത് തന്നെയാണ് ഭഗവാന്റെ അന്തർഗതവും എന്നാണ് ഇവിടെ പറയണത്. ഈ ഉപദേശങ്ങൾ കൊണ്ട് യുധിഷ്ഠിരന് സമാധാനം ഉണ്ടാകരുത്. ഭഗവാന്റെ നിശ്ചയം മറ്റൊന്നാണ്. പിതാമഹനായ ഭീഷ്മരുടെ നിര്യാണം അടുത്തുവെന്ന് കൃഷ്ണൻ അറിയാം. ധർമ്മപുത്രരെ ഭീഷ്മരുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി ധർമ്മോപദേശം ചെയ്യിക്കണം എന്നാണ് ഭഗവാന്റെ അന്തർഗതം. അഹരാജ ധർമ്മസുതച്ചിന്തയൻ സുഹൃദാമ്പദം പ്രാകൃതേനാത്മനാ വിപ്ര സ്നേഹമോഹവശം ഗത. ബ്രാഹ്മണരെ പ്രാകൃതമായ മനസ്സുകൊണ്ട് സുഹൃത്തുക്കളുടെ വധത്തെപ്പറ്റി ചിന്തിച്ച് രാജാവായ ധർമ്മപുത്ര സ്നേഹമോഹങ്ങൾക്ക് വശംവദനായി ഇങ്ങനെ പറഞ്ഞു. അഹോ മേ പശ്യതാജ്ഞാനം ഹൃതിരൂഢം ദുരാത്മന പാരക്യസ്യൈവ ദേഹസ്യ ബാഹോ മേ ക്ഷൗഹിണീർഹത. അഹോ കഷ്ടം,
ദുഷ്ടനായ എൻ്റെ മനസ്സിൽ വേരുറച്ചിരിക്കുന്ന അജ്ഞാനം നോക്കൂ. അന്യജന്തുക്കളായ നായ്, കുറുനരി തുടങ്ങിയവയ്ക്ക് ആഹാരമായി തീരേണ്ടതായി ദേഹത്തിനു വേണ്ടി അനേകം അക്ഷൗനി സൈന്യത്തെ ഞാൻ വധിച്ചുവല്ലോ. ബാലദ്വിജസുഹന്മിത്ര പിതൃപാതൃഗുരുദ്രുഹ നമേസ്യാന്നിരിയാൻ മോക്ഷോ യഭിവർഷായുധായുധേ. അഭിമന്യു മുതലായ ബാലന്മാർ, ബ്രാഹ്മണർ, സുഹൃത്തുക്കൾ, കർണൻ, ദുര്യോധനൻ തുടങ്ങിയ സഹോദരന്മാർ, ഭീഷ്മാദികളായ പിതാക്കന്മാർ, മിത്രങ്ങൾ, ഗുരുജനങ്ങൾ എന്നിവരുടെ വധത്തിന് കാരണക്കാരനായി എനിക്ക് അനേകം കാലം കഴിഞ്ഞാലും നരകത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയുകയില്ല. നൈനോരാജ്ഞ പ്രജാഭർത്തോ ധർമ്മയുദ്ധേവതോ ദിശാം ഇതിമേനതുബോധായ കൽപ്പദേശാസനം വജ. പ്രജകളെ പരിപാലിക്കുന്ന രാജാവ് ധർമ്മയുദ്ധത്തിൽ ശത്രുക്കളെ സംഹരിക്കുന്നത് പാപമല്ല എന്ന സ്മൃതികളിൽ അനുശാസിക്കുന്നത് എനിക്ക് ബോധിക്കാൻ കഴിയുന്നില്ല. ധർമ്മപുത്രരുടെ ഉറച്ച ധർമ്മനിഷ്ഠയിൽ താൻ അധർമ്മം ചെയ്തുവെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. രാജാക്കന്മാർ ശത്രുക്കളെ വധിക്കുന്നത് പാപമല്ല, എന്നാൽ താൻ രാജ്യം കെട്ടാനാണ് യുദ്ധം ചെയ്തത്. രാജ്യം നേടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്ത് നിരവധി പേരെ കൊന്നത് പാപമാണ്. എന്നാൽ ഇത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് ചിന്തിക്കുന്നുമില്ല. സ്ത്രീണാം ബദ്ധത ബന്ധൂനാം ദ്രോഹോയോ സവിഹോത്തിത കർമ്മവിഗ്രഹമേദീയർ നാഹം കൽപ്പോ വ്യബോഹിതം. അതുമാത്രമല്ല, ഞാൻ യുദ്ധത്തിൽപ്പെടുത്തി സംഹരിച്ചവരിൽ നിരപരാധികളായ സ്ത്രീകളുടെ ബന്ധുക്കളും ഉണ്ടായിരിക്കും. അതിനാൽ ഞാൻ ആ സ്ത്രീകളെയും ദ്രോഹിച്ചു. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവർക്ക് വിധിച്ചിട്ടുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ടൊന്നും എന്റെ പാപം തീരുകയില്ല. യഥാ പങ്കേന പങ്കാവാസുരയാവാസുരാകൃതം ഭൂതഹത്യാം തദൈവൈകാം നയജ്ഞേർമാഷ്ടുമർഹതി. ചെളിവെള്ളത്തെ ശുദ്ധമാക്കാൻ അതിൽ അധികം ചെളി കലക്കിയതുകൊണ്ട് കൂടുതൽ വിരോധഫലമേ സംഭവിക്കുകയുള്ളൂ. മദ്യനിമിത്തമുള്ള ദോഷം തീരാൻ കൂടുതൽ മദ്യം കഴിക്കുന്നത് പോലെ തന്നെ, അതുപോലെ പ്രാണിവധം മൂലമുള്ള പാപം തീരാൻ അശ്വമേധം നടത്തി അതിൽ വെച്ച് യാഗപശുവിനെ വധിക്കുന്നത് കൊണ്ട് അധികം പാപം വരുത്തിവെക്കുകയേ ഉള്ളൂ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ കുന്തി സ്തുതിർ യുധിഷ്ഠിരാനുതാപോ നാമ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതോടുകൂടി 1-ാം സ്കന്ധം 8-ാമത്തെ അധ്യായം സമാപിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.